വേനൽ അവധിക്കായി സ്കൂളുകൾ അടച്ചതോടെ നീന്തൽ കളരികൾ സജീവമാവുകയാണ്. ആമ്പല്ലൂർ ക്ലബ്ബ് പാംബ്രീസിന്റെ ഹൈജീൻ പൂളിൽ സമ്മർ വെക്കേഷൻ നീന്തൽ പരിശീലന ക്യാമ്പിന് തുടക്കമായി. ഒന്നുകൂടെ റെഡി സ്റ്റാർട്ട്. ഫുൾ ബോഡി ഫ്രീ. ഓക്കെ ഓക്കെ ഒരു ഗുഡ് ഗുഡ്. ജീവിതശൈലി രോഗങ്ങൾ പിടിമുറുക്കുന്ന കാലത്ത് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുന്ന നല്ലൊരു വ്യായാമമാണ് നീന്തൽ. നീന്തൽ പരിശീലനത്തിലൂടെ നമ്മൾ ഒരു ജീവിത നൈപുണി പഠിക്കുക മാത്രമല്ല, നമ്മുടെ ഭാവി സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അവശ്യഘട്ടങ്ങളിൽ സ്വയം സംരക്ഷിക്കാനും മറ്റുള്ളവരെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാനുമുള്ള ആത്മവിശ്വാസവും കഴിവും നേടിയെടുക്കാനും കഴിയും. ആമ്പല്ലൂർ ക്ലബ്ബ് പാംബ്രീസിന്റെ വിശാലമായ ഹൈജീൻ പൂളിൽ ഏത് പ്രായക്കാർക്കും സുരക്ഷിതമായി നീന്തൽ പരിശീലിക്കാനുള്ള സൗകര്യമുണ്ട്. കുട്ടികൾക്കും സ്ത്രീകൾക്കും സർട്ടിഫൈഡ് പരിശീലകരുടെ കീഴിൽ പ്രത്യേക പരിശീലനം നൽകുന്നു. വനിതകൾക്ക് വനിതാ പരിശീലകയുടെ സേവനം ലഭ്യമാണ്. ആദ്യം കുളത്തിലെ വെള്ളത്തിൽ ഇറക്കി നിലയുള്ള ഭാഗത്തുകൂടി നടത്തുകയാണ് ചെയ്യുക. എങ്കിൽ മാത്രമേ വെള്ളത്തിൽ പരിചയവും ബാലൻസും ഉണ്ടാകൂ. ബാലൻസിന് പിന്നാലെ മുങ്ങുന്നതിന് പഠിപ്പിക്കും. പിന്നാലെ ശ്വാസോച്ഛ്വാസം എങ്ങനെ വേണമെന്നത് സംബന്ധിച്ചാണ് പരിശീലനം. പിന്നീട് കാൽ ഉപയോഗിച്ച് തുഴയാൻ പഠിപ്പിക്കും. പിന്നാലെ കൈ ഉപയോഗിക്കാൻ പഠിപ്പിക്കും. ഇങ്ങനെ ഘട്ടങ്ങൾ കടന്നാണ് പരിശീലനം പൂർത്തിയാകുന്നതെന്ന് വനിതാ പരിശീലകയായ ദേവിക പറഞ്ഞു. നമ്മളിവിടെ ആദ്യം തന്നെ സ്വിമ്മിങ്ങിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് ബേസിക്സ് ആണ്. ഫ്രീ സ്റ്റൈലിൻ്റെ ബേസിക്സ് ആണ് കൊടുക്കുന്നത്. നമുക്ക് 4 തരം സ്ട്രോക്കുകളുണ്ട്. ഫ്രീ സ്റ്റൈൽ ഉണ്ട്, ബാക്ക് സ്ട്രോക്ക് ഉണ്ട്, ബ്രസ്റ്റ് സ്ട്രോക്ക്, ബട്ടർഫ്ലൈ. നമ്മളെപ്പോഴും സ്വിമ്മിങ് അറിയാത്തൊരു കുട്ടികളെ ആദ്യമായി കൊണ്ടുവന്ന് നമ്മളെ കയ്യിൽ കൊണ്ടുതരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കൊടുക്കുന്നത് ബേസിക്സ് ട്രെയിനിങ് ആണ്. അതിലവർക്ക് വാട്ടർ കോൺഫിഡൻസ് ഉണ്ടാവും. അവർക്ക് ആ വെള്ളത്തിനോടുള്ളൊരു പേടി അതൊക്കെ മാറിക്കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കൊടുക്കുന്നത് ബേസിക് ട്രെയിനിങ് ആണ്. അതിൻ്റെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് വാട്ടർ കോൺഫിഡൻസ് കൊടുക്കും. നമ്മൾ പൂള് എത്ര ഡെപ്ത് ആണോ, സ്ക്വയർ എത്രയാണോ, വിഡ്ത്ത്, ഇത് ഫുള്ളായിട്ട് അവരെ കൊണ്ട് നടന്ന് കവർ ചെയ്ച്ച് അവർക്ക് ആദ്യം വാട്ടർ കോൺഫിഡൻസ് കൊടുക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബബ്ലിംഗ്. ബബ്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രീത്ത് ഹോൾഡ് ചെയ്ത് അണ്ടർ വാട്ടർ പോയിട്ട് വേണം ബബ്ലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ ബ്രീത്ത് ഹോൾഡിങ്, നമുക്ക് മാക്സിമം 1 മിനിറ്റെങ്കിലും ബ്രീത്ത് ഹോൾഡ് ചെയ്യാനുള്ള ബ്രീത്തിങ് കപ്പാസിറ്റി കൊടുക്കുക. നെക്സ്റ്റ് ഫ്ലോട്ടിങ്. ഫ്ലോട്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡി പാരലായിട്ട് വെള്ളത്തിന് മേലെ പൊന്തി കിടക്കുന്ന പ്രോസസ്സിനാണ് ഫ്ലോട്ടിംഗ് എന്ന് പറയുക. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സിറ്റ് ആൻഡ് കിക്ക്. നമ്മൾ ഇരുന്നിട്ട് നമ്മുടെ ലെഗ് കിക്ക് ചെയ്യുന്ന പ്രോസസ്സിനാണ് സിറ്റ് ആൻഡ് കിക്ക് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന പ്രോസസ്സാണ് ഫ്ലോട്ടിങ് ചെയ്ത ഉടനെ നമ്മൾ ഫോർവേഡ് ഫ്ലോട്ടിങ് ചെയ്ത് പോകണം. ഫോർവേഡ് മൂവ്മെന്റ് കിട്ടണം, ബോഡി പാരലായിട്ട് കിടക്കണം, നമുക്ക് ബോഡി കപ്പാസിറ്റി കിട്ടണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുന്നൊരു പ്രോസസ്സിനെയാണ് നമ്മൾ ബോഡി ഫോർവേഡ് ഫ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഫ്ലോട്ടിംഗ് വിത്ത് കിക്ക്. നമ്മൾ ഇരുന്ന് എങ്ങനെയാണ് കിക്ക് ചെയ്ത് അതേ സെയിം കിക്ക് തന്നെ നമ്മൾ ഫോർവേഡ് ഫ്ലോട്ട് ചെയ്തുകൊണ്ട് കിക്ക് ചെയ്യണം. ദെൻ ലാസ്റ്റ് പ്രോസസ്സിലേക്കാണ് നമ്മൾ ഹാൻഡ് മൂവ്മെന്റ് വരുന്നത്. ഫ്ലോട്ടിംഗ്, കിക്കിങ്, ഹാൻഡ് മൂവ്മെൻറ്റ് കുറച്ച് ടഫായിരിക്കും. പക്ഷെ നമ്മൾ ഇതെല്ലാം ചെയ്ത് വരുമ്പോൾ പ്രോസസ്സ് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യുന്നൊരു ടൈം ആകുമ്പോഴേക്കും നമുക്ക് കിക്കിങ്ങും ഫ്ലോട്ടിങ്ങും ഹാൻഡ് മൂവ്മെൻറ്റും ഈസി ആയിട്ട് തോന്നും. ദെൻ ലാസ്റ്റ് സ്റ്റേജ് ബ്രീത്തിങ്. നമ്മൾ ഇവിടെ പഠിക്കുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു പൂള് കഴിഞ്ഞ് നമുക്ക് വേറെ ഏതൊരു പൂളിൽ പോയാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെട്ടെന്നൊരു കുളത്തിലേക്ക് എടുത്ത് ചാടി സ്വിം ചെയ്യേണ്ട ഒരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ നമുക്ക് ബ്രീത്തിങ് വേണം. ബ്രീത്തിങ് കൂടി പഠിക്കുന്നതാണ് നമ്മൾ ഫസ്റ്റ് ബേസിക്സ് ഫിനിഷ് ആവുന്നത്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഓവർകം ചെയ്യേണ്ട ഒരു സാധനമാണ് പേടി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഫിയർ ഭയങ്കര കൂടുതലാണ് പല കാര്യങ്ങളിലാണെങ്കിലും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് എല്ലാ കാര്യത്തിനോടും ഒരു നെഗറ്റീവ് തോട്ട് ഉണ്ടാവും. സ്വിമ്മിങ് പഠിക്കുന്നതിലൂടെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്. അതെല്ലാം നമ്മൾ ഓവർകം ചെയ്ത് സ്വിമ്മിങ് പഠിക്കുന്നതിലൂടെ ബോഡി ഫിറ്റ്നസ്, നമ്മളുടെ ഓരോ ജോയിൻറ്റുകളിലുമുള്ള പല പെയിൻ, ഇപ്പം ഏജ് ഉള്ള ഒരാളാണെങ്കിലും കുട്ടികളാണെങ്കിലും സ്വിമ്മിങ് എന്ന് പറയുന്നത് ഏറ്റവും ബെറ്ററായിട്ടൊരു പ്രോസസ്സാണ്. ഇപ്പോൾ ചില ബ്രീത്തിങ് ഇഷ്യൂസ് ഉള്ളവർക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അവരെ ബ്രീത്തിങ് കപ്പാസിറ്റി കൂടാനും അതോട് തന്നെ നമ്മളുടെ ബോഡിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻസ് പ്രോപ്പർ ആവാനും ഒരുപാട് സഹായിക്കും. ഡയബറ്റിക് ഉള്ളവർക്കൊക്കെ സ്വിമ്മിങ് വളരെ അഡ്വാൻറ്റേജ് ഉള്ളൊരു കാര്യമാണ്. പിന്നെ കുട്ടികൾക്കാണെങ്കിലും പേടിയില്ലാണ്ട് സ്വിമ്മിങ് ചെയ്യാനുള്ളൊരു അവസരമാണ് നമ്മൾ ഈ സമ്മറിൽ ക്യാമ്പിലൂടെ കൊടുക്കുന്നത്. നീന്തലിൽ 4 രീതികളാണ് പരിശീലിപ്പിക്കാറുള്ളത്. ബ്രസ്റ്റ് സ്ട്രോക്ക്, ബട്ടർഫ്ലൈ, ബാക്ക് സ്ട്രോക്ക്, ഫ്രീ സ്റ്റൈൽ എന്നിവയാണവ. വിദ്യാർത്ഥികളെ ആദ്യം പഠിപ്പിക്കുന്നത് ഫ്രീ സ്റ്റൈലാണ്. ഇതിൽ മികവ് തെളിയിച്ചാൽ
മറ്റുള്ളവയും വേഗം പരിശീലിക്കാം. രാവിലെ 7 മുതൽ 8 വരെയും 8 മുതൽ 9 വരെയും വൈകിട്ട് 4 മുതൽ 5 വരെയും 5 മുതൽ 6 വരെയും ബാച്ചുകളായാണ് പരിശീലന സമയം. നീന്തൽ അറിയുന്നവർക്ക് 1 മണിക്കൂറിന് 100 രൂപ നിരക്കിൽ നീന്തൽ ആസ്വദിക്കാനും ഇവിടെ അവസരമുണ്ട്. നീന്തി തുടിക്കുമ്പോൾ ശരീരത്തിന് മുഴുവൻ വ്യായാമം ലഭിക്കും. നീന്തുമ്പോൾ നടക്കുന്നതിനേക്കാൾ ശ്വസനം ലഭിക്കും. ഹൃദയം, ശ്വാസകോശം ഉൾപ്പെടെ ആന്തരികാവയവങ്ങൾക്കും ഏറെ പ്രയോജനപ്പെടും. കുട്ടികൾക്ക് ആത്മവിശ്വാസവും ഏകാഗ്രതയും മെച്ചപ്പെടുത്താനും നീന്തൽ സഹായകമാണ്. മെൽറോസ് എവിടെ വീട് എവിടെയാ? ആമ്പല്ലൂര്. എത്ര നാളായി ഇവിടെ നീന്തൽ പഠിക്കാൻ വന്നിട്ട്? 1.5 മാസം. 1.5 മാസം കൊണ്ട് പഠിച്ചു രണ്ടുപേരും? നന്നായി പഠിച്ചു. ഇപ്പോ എത്ര ആഴത്തിലും നീന്താം? എങ്ങനെയുണ്ട് നീന്തൽ പഠിച്ചു കഴിഞ്ഞപ്പോ എന്ത് തോന്നുന്നു? നല്ലതായി തോന്നുന്നുണ്ട്. അപ്പൊ നന്നായിട്ട് നീന്താനും അങ്ങോട്ട് പോവാൻ. ഷിപ്പിനാണെങ്കിൽ അപകടം പറ്റിയിട്ട് വീണാലും നീന്തി രക്ഷപ്പെടാം. ഇപ്പൊ കൂട്ടുകാരുടെ അടുത്തൊക്കെ നീന്തല് എനിക്കറിയാന്ന് പറയുന്നത് വലിയൊരു നമുക്കൊരു അവർക്കൊക്കെ നമ്മളോട് അസൂയ തോന്നും അല്ലേ? പ്രത്യേകിച്ച് പെൺകുട്ടികള് അല്ലേ? വീട്ടുകാരൊക്കെ നല്ല ഇഷ്ടമായി. അപ്പൊ എവിടെയും നീന്താം? ഇവിടത്തെ പരിശീലനമൊക്കെ ഇഷ്ടമായോ? നല്ല ട്രെയിനിങ് ആണ്. ഓക്കെ. കടുത്ത വേനലിൽ നല്ല തണുത്ത വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നതിൻ്റെ ഒരു സുഖം, അത് ഓർക്കുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിരാണ്. ഇപ്പോൾ ഈ വേനൽക്കാലത്ത് അവധിക്കാലം കൂടി വന്നതോടെ നീന്തൽ കളരികളൊക്കെ സജീവമായിരിക്കുകയാണ്. പാംബ്രീസ് ക്ലബ്ബ് ആമ്പല്ലൂരിൽ വിശാലമായ നീന്തൽ കുളത്തിൽ നിരവധി കുരുന്നുകളാണ് നീന്തൽ പരിശീലനത്തിന് എത്തുന്നത്. ഒപ്പം മുതിർന്നവരുമുണ്ട്. രാവിലെയും വൈകിട്ടുമായി 2 സെഷനുകളിലായി 2 മാസം നീണ്ടു നിൽക്കുന്ന സമ്മർ ക്യാമ്പാണ് ഇപ്പോൾ ആമ്പല്ലൂർ പാംബ്രീസ് ക്ലബ്ബ് കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം മുതിർന്നവർക്കും നീന്തൽ പരിശീലനത്തിന് അവസരമുണ്ട്. ക്യാമറമാൻ ലിവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.